2025 അങ്ങനെ കടന്നു പോവുകയാണ്. എല്ലാ ഡിസംബർ ആകുമ്പോഴും നമ്മളെല്ലാവരും ഇങ്ങനെ ചിന്തിക്കും, ഈ വർഷം എന്ത് പഠിച്ചു, അല്ലെങ്കിൽ ഈ വർഷം എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് നമ്മളെല്ലാവരും ഒന്ന് ചിന്തിച്ച് പോകുന്ന ഒരു മാസമാണ് ഡിസംബർ. അപ്പോൾ ഈ വർഷം ഞാനങ്ങനെ ഇരുന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് പോയ വർഷങ്ങളൊക്കെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തോന്നിയിട്ടില്ല. ഓരോ ദിവസം ഓരോ വർഷം പോകുന്ന പോലെ അത്ര എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷേ ഈ വർഷം അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഞാൻ വളരെ നല്ല 1-2 ലെസൺസ് പഠിച്ച ഒരു വർഷമാണത്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി, ചിലപ്പോൾ ഞാൻ പഠിച്ച ഈ കാര്യം എന്ന് പറയുമ്പോൾ ഇതിന് മുന്നേയുള്ള വർഷങ്ങളിൽ പലരും പഠിച്ച ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഞാൻ ഈ വർഷമാണ് അങ്ങനെ 1-2 ലെസൺസ് പഠിച്ചത്. അപ്പോൾ എന്നെപ്പോലുള്ളവരാരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് ഞാൻ വിചാരിച്ചിരുന്നത് മനുഷ്യന്മാർക്ക് പറ്റത്തില്ല, ഈ ഓന്തുകൾക്ക് മാത്രമേ നിറം മാറാനുള്ള കഴിവുള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷേ മനുഷ്യന്മാർക്കും ഓന്തിനേക്കാൾ വേഗത്തിൽ കണ്ണടച്ച് തുറക്കുന്ന വേഗതയിൽ നിറം മാറാനുള്ള കഴിവുണ്ടെന്ന് എനിക്ക് മനസ്സിലായൊരു വർഷമാണിത്. അപ്പോൾ നമ്മൾ നിറം മാറുന്നതും അതൊന്നും ഒരു വലിയ കുറ്റമായിട്ട് ഞാൻ പറയില്ല. കാരണം ഓരോരുത്തർക്കും നിറം മാറാനും അല്ലെങ്കിൽ വേറിട്ട വഴി ചിന്തിക്കാനും നടക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ അവരെ കുറ്റം പറയുന്നില്ല, കാരണം അവർക്ക് അങ്ങനെ നടക്കാനുള്ള കാരണം അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ടായിരിക്കും. പക്ഷെ നമ്മൾക്കത് ഇന്നലെ വരെ ചിരിച്ച് കളിച്ച് നടന്നവർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നീ ആരാ ഞാൻ ആരാ എന്നുള്ള ഭാവത്തിൽ നടക്കുമ്പോൾ നമുക്കത് കാണുമ്പോൾ വല്ലാത്തൊരു ഷോക്ക്. ഞാൻ ചിന്തിച്ചു പോയി, എന്തുകൊണ്ട് ഇവരിങ്ങനെ നടക്കുന്നു എന്നൊക്കെ ചിന്തിച്ചു പോയി. ഞാൻ വിചാരിച്ചു, കാരണം അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. ഇപ്പം എല്ലാം അങ്ങനെയാണല്ലോ, എല്ലാം സ്വന്തം ഒരു ഇഷ്ടമാണ്, ആയിക്കോട്ടെ, അത് നമുക്ക് നോ പ്രോബ്ലം. പക്ഷെ വ്യക്തമായ കാരണങ്ങളില്ലാതെ ഇങ്ങനെ എന്താ പറയുക, നമ്മളെ കൊണ്ടാൽ ആവുന്ന ഉപകാരങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു കാലത്ത് അവർ നമ്മളോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുകയും പിന്നീട് നമ്മുടെ ആവശ്യമില്ല എന്നുള്ളൊരു സ്റ്റേജ് വരുമ്പോൾ നമ്മളോട് പഴയ പോലെ പെരുമാറണമെന്നൊന്നുമില്ല, പക്ഷെ ഒരു വഴിയിൽ കണ്ട പരിചയം പോലും ഇല്ലാതെ മാറി നടക്കുന്ന കാണുമ്പോൾ എന്താണ് ഇങ്ങനെയെന്ന് ചിന്തിച്ചു പോയി, അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊന്നും ഞാൻ പഠിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യാം. നമ്മളല്ലാതെ ഇവർ നമ്മുടെ ആളുകളാണ് അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളാണെന്ന് വിചാരിച്ചിരിക്കുന്ന നമ്മൾ മണ്ടന്മാരാണ്, തികച്ചും മണ്ടന്മാരാണ്. അപ്പം നമ്മുടെ ബന്ധുക്കളാണ് അല്ലെങ്കിൽ നമ്മുടെ കൂടെ എല്ലാവരും വേണം, നമുക്ക് ചുറ്റുമുള്ളവരെല്ലാം നമ്മൾ കാണുന്ന പോലെയാണെന്ന് വിശ്വസിക്കുന്ന നമ്മൾ മണ്ടനാണ്. സോ നമ്മളത് കുറച്ചും കൂടി ആഴത്തിൽ മനസ്സിലാക്കി നമ്മുടെ സർക്കിൾ എന്ന് പറഞ്ഞ ആ സർക്കിളിനുള്ളിൽ കുടുംബക്കാർ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അങ്ങനെ കുറച്ച് ആളുകളുണ്ട്. അവരെ നമ്മൾ നമുക്കറിയാലോ, നമ്മളെങ്ങനെയാണോ അങ്ങോട്ട് അവരിങ്ങോട്ട് എങ്ങനെയാണോ നമുക്കറിയാലോ. അപ്പോൾ അവർ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നമ്മളവിടെ കൂടെ കൊണ്ടു നടക്കുക. അപ്പോൾ ആ ഒരു സർക്കിൾ എന്ന് പറയുന്നത് വളരെ 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 ചെറുതായി വന്നൊരു വർഷമാണ് 2025 എന്ന് പറയുന്നത്. അതിന് മുന്നേ അങ്ങനെയല്ലായിരുന്നു, കുറച്ച് വൈഡായിട്ട് പെരുമാറുന്ന, അല്ലെങ്കിൽ എല്ലാവരും വേണം, അല്ലെങ്കിൽ എല്ലാവരും ഉണ്ടെങ്കിൽ നമുക്കും ഒരു ആ ഹാപ്പിനെസ് അല്ലെങ്കിൽ നമുക്കൊരു സന്തോഷം സമാധാനം ഉള്ളൂ എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ വേണമെന്ന് വിചാരിക്കുന്നവരെ നമ്മളെ വേണമെന്ന് വിചാരിക്കണമല്ലോ. അവർക്ക് നമ്മളെ വേണ്ട എന്ന് തോന്നുന്നത് നമുക്കത് മനസ്സിലാവാൻ കുറേ വഴുകും. അപ്പോൾ എന്താണ്, നിറം മാറി ജീവിക്കുന്നവരുടെ നിറം മാറട്ടെ, അവർ ജീവിക്കട്ടെ, അവരുടെ ശരികളിൽ അവർ ജീവിക്കട്ടെ. എൻ്റെ ശരികളിലാണല്ലോ ഞാൻ ജീവിക്കുന്നത്, അവരവരുടെ ശരികളിലാണല്ലോ ജീവിക്കുന്നത്. സോ നമ്മുടെ ശരികളിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ട്രൂ ആയിട്ടിരിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ തോറ്റു കൊടുക്കുന്നത് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മുന്നിൽ മാത്രമാണ്. കാരണം നമ്മളൊരു പ്ലാൻ വരയ്ക്കുന്നു, ദൈവം വേറൊരു പ്ലാൻ വരയ്ക്കുന്നു. അപ്പം അങ്ങനെയാണല്ലോ. അപ്പോൾ അവിടെ മാത്രം തോറ്റു കൊടുത്താൽ മതിയല്ലോ. പിന്നെ പഠിച്ചൊരു പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മനുഷ്യരാണ്, തെറ്റ് ചെയ്യും. പക്ഷെ നമ്മൾ തെറ്റല്ല, തെറ്റുപോട്ടെ, നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യമാണെങ്കിലും അത് വലിയൊരു തെറ്റായിട്ടും വലിയൊരു കാര്യമായിട്ടും അവരിങ്ങോട്ട് ചെയ്ത വലിയ അപരാധങ്ങൾ എന്തെന്നാണെങ്കിലും അത് വളരെ നിസ്സാരവൽക്കരിച്ച് അത് വളരെ സിമ്പിളായിട്ട് കാണുകയും ചെയ്യുന്ന മനോഭാവം. പക്ഷെ അങ്ങനെ ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങോട്ട് ചെയ്യുന്നതായാലും ഇവിടെ ഉള്ളവർ മനുഷ്യന്മാരാണ്, നമ്മൾ അങ്ങോട്ട് ചെയ്യുകയാണെങ്കിലും അവിടെ ഉള്ളവർ മനുഷ്യന്മാരാണ്. അപ്പോൾ നമ്മൾ ഒരാളോട് പെരുമാറുകയോ അല്ലെങ്കിൽ നമ്മൾ ഒരാളോട് ഒരു വാക്കാൽ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ അവിടെ ഉള്ളവരും മനുഷ്യരാണ് എന്ന് ആലോചിച്ചിട്ട് പറയുന്ന വാക്കുകളാണെങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷേ ആ ഒരു മനോഭാവം ഉണ്ടല്ലോ, നമ്മൾക്ക് ഇങ്ങോട്ട് ചെയ്യുന്നതെല്ലാം നമ്മുടെ അടുത്ത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ടും നമ്മൾ അങ്ങോട്ട് പെരുമാറുന്നതെല്ലാം വളരെ വലിയ ആനക്കാരിയായിട്ട് മാത്രം കാണുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. അവരങ്ങനെ കാണുന്നവരായിരിക്കും, അവരങ്ങനെ കണ്ടോട്ടെ. സോ നമ്മൾ അങ്ങനെയുള്ളവരെ നമ്മളത് മനസ്സിലാക്കി ജീവിക്കുക. നമ്മുടെ സർക്കിൾ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഫാമിലി, നമ്മുടെ സുഹൃത്തുക്കൾ, ഫ്രണ്ട്സ്, ആരും ആയിക്കോട്ടെ,
അവരുടെ സർക്കിൾ എന്ന് പറയുന്നത് ഈ വർഷം വളരെ ചുരുങ്ങി വന്നൊരു വർഷമാണ്. പക്ഷെ ആ ചുരുക്കത്തിലുള്ളവരെല്ലാം വളരെ സ്ട്രോങ് ആണ്. നമ്മൾ എന്തൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞാലും അത് അതേ രീതിയിൽ എടുക്കുന്ന ആളുകളാണ് എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടി അടുത്ത വർഷം വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.